എല്ലാവർക്കും മീ ആൻഡ് മൈ ബുക്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് വാച്ച് പാർട്ട് 1 and 2 ബിഫോർ ലിസണിംഗ് ടു ദിസ് ക്ലാസ്. ലിങ്ക് ഓഫ് പാർട്ട് 1 and 2 is given in the description box. Next topic, simple nutrients to the heart. How do simple nutrients which are absorbed into the blood from the small intestine reach the heart? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ നടന്ന് സിമ്പിൾ ന്യൂട്രിയൻസ് ആയി മാറി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കും. അതിനുശേഷം സിമ്പിൾ ന്യൂട്രിയൻസ് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ഹാർട്ട് അതിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്യും. ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഹാർട്ട് വരെ എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് മൂവ് ചെയ്യുക? അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ ഹാർട്ട്. സോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഹാർട്ട് വരെ സിമ്പിൾ ന്യൂട്രിയൻസ് മൂവ് ചെയ്യുന്നത് പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ്. Then what is this portal circulation? Let us read that. Certain veins do not reach the heart and they carry blood from organ to organ. ചില വെയിൻസ് ഹാർട്ടിലേക്ക് മൂവ് ചെയ്യാതെ ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള വെയിൻസിന് പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. Such veins are called portal veins. They begin from one organ as capillaries and end in another organ as capillaries. ഒരു ഓർഗനിൽ നിന്നും കാപ്പിലറീസ് ആയി സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഓർഗനിൽ കാപ്പിലറീസ് ആയി അവസാനിക്കും. അതാണ് പോർട്ടൽ വെയിൻസ്. പോർട്ടൽ സിസ്റ്റം is the system of blood circulation in which portal veins are included. പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റമാണ് പോർട്ടൽ സിസ്റ്റം. അതിനൊരു എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഹാർട്ടിലേക്ക് സിമ്പിൾ ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്നത് പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ്. സോ ലെറ്റ് us see the flow chart. അബ്സോർബ് ചെയ്ത് സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. കാപ്പിലറീസ് ഇൻ ദ ഇൻറ്റസ്റ്റൈനിലെ കാപ്പിലറീസിലെ കൂടെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലേക്ക് മൂവ് ചെയ്യും. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അതിനെ കാപ്പിലറീസ് ഇൻ ദ ലിവറിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് ലിവറിലേക്ക് മൂവ് ചെയ്യും. ലിവറിൽ നിന്നും ഹെപ്പാറ്റിക് വെയിന് അത് വീന കവയിലേക്ക് പാസ് ചെയ്യും. വീന കവ അതിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവരും. സോ സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച്ഡ് ദ ഹാർട്ട്. യു ക്യാൻ സീ സം ഇൻഡിക്കേറ്റേഴ്സ് ഹിയർ. Peculiarities of portal vein. What is the peculiarity? They carry blood from organ to organ. Second one, the path of simple nutrients from the small intestine to the heart. അതിന് ഈ ഫ്ലോ ചാർട്ടാണ്. എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഹാർട്ടിലേക്ക് മൂവ് ചെയ്യുക. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ വിച്ച് പോർട്ടൽ വെയിൻസ് ആർ ഇൻക്ലൂഡഡ്. ഹാവ് യു എവർ തോട്ട് വൈ സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ? എന്തിനാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ലിവറിലേക്ക് മൂവ് ചെയ്യുന്നത്? ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണാം, സിമ്പിൾ ന്യൂട്രിയൻസ് ആർ മൂവിങ് ടു ലിവർ ബിഫോർ ദേ ആർ റീച്ചിങ് ടു ഹാർട്ട്. ഹാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പേ ലിവറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. Liver is the center of metabolism. Metabolism means chemical reactions. Simple nutrients undergo several changes in the liver. ലിവറിൽ വെച്ച് സിമ്പിൾ ന്യൂട്രിയൻസിന് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. സിമ്പിൾ ന്യൂട്രിയൻസിലുള്ള എക്സ്ട്രാ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്ത് വെക്കും. റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യും. പ്രൊഡ്യൂസിങ് കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് ലിവറിൽ വെച്ചാണ്. അണ്ടർസ്റ്റുഡ്? നൗ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് ഹാർട്ട് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി? ന്യൂട്രിയൻസ് ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഹാർട്ടിൽ നിന്നും അത് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് മൂവ് ചെയ്യും. എങ്ങനെയാണ് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ഹാർട്ട് അതിനെ എത്തിക്കുക? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ത്രൂ റിതമിക് ഹാർട്ട് ബീറ്റ് ദാറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ഹാർട്ട് ഈസ് മെയ്ഡ് പോസിബിൾ. ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത് റിതമിക് ആയി ബീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതുവരെ ഡിസ്കസ് ചെയ്ത പോർഷന്റെ നോട്ട്സ് എഴുതാം. പോർട്ടൽ സർക്കുലേഷൻ. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ വിച്ച് പോർട്ടൽ വെയിൻസ് ആർ ഇൻക്ലൂഡഡ്. എക്സാമ്പിൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. നെക്സ്റ്റ്, പോർട്ടൽ വെയിൻസ് ദേ ഡു നോട്ട് റീച്ച് ദ ഹാർട്ട്. ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. ദേ ബിഗിൻ ഫ്രം one organ as capillaries and end in another organ as capillaries. പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റമാണ് പോർട്ടൽ സർക്കുലേഷൻ. എക്സാമ്പിൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. സോ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ടെക്സ്റ്റിലുള്ള അതേ ഫ്ലോ ചാർട്ട് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ആഡ് വൺ മോർ പോയിന്റ്.
What is that? This is how the simple nutrients from the small intestine reaches the heart. Heart then pump it to different body parts. What is the role of liver? The simple nutrients reach the liver because liver has following functions. എന്തൊക്കെയാണത്? Storage of glucose in the form of glycogen. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സൂക്ഷിച്ചു വെക്കും. റിലീസ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യും. പ്രൊഡ്യൂസ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഹാർട്ട് ബീറ്റ്, പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ. യു നോ ഓൾ ദീസ് ടേംസ് റൈറ്റ്? എന്താണെന്ന് നോക്കാം. വൺ സിസ്റ്റോൾ ആൻഡ് the subsequent diastole together constitute a heartbeat. ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേർന്നതാണ്. എന്താണ് ഈ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ടേക്സ് അബൌട്ട് 0.8 seconds. ഒരു ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 0.8 seconds വേണം. കോൺട്രാക്ഷൻ ഓഫ് ദ ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആണ്. ഡ്യൂറിംഗ് ദിസ് ഫേസ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ ആർട്രിയ ടു ദ വെൻട്രിക്കിൾ ആൻഡ് ഫ്രം ദ വെൻട്രിക്കിൾ ടു ഔട്ട്സൈഡ്. സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ബ്ലഡ് ആർട്ടറിയത്തിൽ നിന്നും വെൻട്രിക്കിൾസിലേക്ക് മൂവ് ചെയ്യും. വെൻട്രിക്കിൾസിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്കും അയോട്ടയിലേക്കും മൂവ് ചെയ്യും. ഇതാണ് സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ഹാർട്ടിനകത്ത് ചേഞ്ചസ്. സബ്സീക്വൻ്റ്ലി അലോങ് വിത്ത് ദ ആർട്രിയ വെൻട്രിക്കിൾസ് ഓൾസോ റിലാക്സ്. ആർട്രിയം റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെൻട്രിക്കിൾസും റിലാക്സ് ചെയ്യും. ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡയസ്റ്റോൾ. റിലാക്സേഷൻ സ്റ്റേജ് ആണ് ഡയസ്റ്റോൾ. In this phase, chambers of the heart get filled with blood. റിലാക്സേഷൻ സമയത്ത് സ്ലോ ആയി ഹാർട്ടിന്റെ ചാമ്പേഴ്സിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ആർട്ടറിയത്തിൽ നിന്നും വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യും. വെൻട്രിക്കിൾസിൽ നിന്നും ഹാർട്ടിന് പുറത്തേക്ക് ബ്ലഡ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് പൾമനറി ആർട്ടറി വഴിയും അയോട്ട വഴിയും. അതിനുശേഷമുള്ള സ്റ്റേജാണ് ഡയസ്റ്റോൾ. ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സ്റ്റേജ്. ഈ സമയത്ത് ഹാർട്ടിന്റെ ചാമ്പേഴ്സിലേക്ക് ബ്ലഡ് ഫിൽ ചെയ്യും. ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ആണ്. നോട്ട് ദാറ്റ്. ഓക്കെ. ദ ഹാർട്ട് ബീറ്റ്സ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 72 times per minute. ഒരു മിനിറ്റിൽ 72 times ഹാർട്ട് ബീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അത്രയും പ്രാവശ്യം നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് അവർ ഹാർട്ട് ഈസ് വർക്കിംഗ്. The wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തും റിലാക്സ് ചെയ്യുന്ന സമയത്തും ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ആർട്ടറീസ് തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് പൾസ്. അതിനാണ് പൾസ് എന്ന് പറയാം. റേറ്റ് ഓഫ് പൾസ് ഈസ് ഇക്വിവാലന്റ് ടു ദാറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. റേറ്റ് ഓഫ് പൾസും ഹാർട്ട് ബീറ്റും സെയിം ആയിരിക്കും. എങ്ങനെയാണ് പൾസ് ചെക്ക് ചെയ്യുക? സാധാരണ നമ്മൾ റിസ്റ്റിൽ വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെയാണത്? റിസ്റ്റിൽ തൊട്ട് നോക്കിയാൽ നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. എക്സസൈസ് ചെയ്തതിന് ശേഷം പൾസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ വാട്ട് യു വിൽ ഫീൽ? പൾസ് റേറ്റ് കൂടിയതായി കാണാം. എന്താണ് അതിന് കാരണം? നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ വേണം. സോ സർക്കുലേഷന് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും, പൾസ് റേറ്റും കൂടുതലായിരിക്കും. ഇനി അപ്പാർട്ട് ഫ്രം ദ റിസ്റ്റ് വാട്ട് ആർ ദ അതർ പാർട്സ് ഓഫ് ദ ബോഡി വെയർ വി ക്യാൻ ഫീൽ ദ പൾസ്? ഏതൊക്കെ ഭാഗത്ത് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും? ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ്. ഫോർഹെഡിന്റെ രണ്ട് സൈഡിലും ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഓൺ ഏതർ സൈഡ് ഓഫ് ദ നെക്ക്. നെക്കിന്റെ രണ്ട് സൈഡിലും പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. About 70 ml of blood is pumped into the arteries every time the heart contract. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിൾസിൽ നിന്നും 70 ml of blood ആർട്ടറി വഴി പമ്പ് ചെയ്യുന്നുണ്ട്. The pressure exerted by this excess blood on the walls of the arteries is systolic pressure. ഈ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ, അതായത് ആർട്ടറി വാളിൽ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. ദാറ്റ് ഈസ് അറൌണ്ട് 120 mmHg. അത് എത്രയായിരിക്കും? 120 mmHg ആയിരിക്കും. വെൻ ദ ഹാർട്ട് ഡയലേറ്റ് ഫുള്ളി ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹാർട്ട്. ഹാർട്ട് ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത്, റിലാക്സ് ചെയ്യുന്ന സമയത്ത് അത്രയും ക്വാണ്ടിറ്റി ബ്ലഡ് ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യും. എ ലോ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് ഡ്യൂറിംഗ് ദിസ് ടൈം ഈസ് നോൺ ആസ് ഡയസ്റ്റോളിക് പ്രഷർ. ആ സമയത്ത് ആർട്ടറീസ് ഫീൽ ചെയ്യുന്ന ലോ പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. ദിസ് ഈസ് 80 mmHg. അത് എത്ര ആയിരിക്കും? 80 mmHg ആയിരിക്കും. ദ ബ്ലഡ് പ്രഷർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ടേംസ് ഓഫ് ദീസ് ടു പ്രഷേഴ്സ്. ഈ രണ്ട് പ്രഷർ കൂടിയാണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ. ദാറ്റ് ഈസ് 120/80 ആണ് ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ.
ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? സ്ഫിഗ്മോമാനോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്ഫിഗ്മോമാനോമീറ്റർ. അതേപോലെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഈസ് ഓൾസോ അവൈലബിൾ നൗഎഡേയ്സ്. ഡിജിറ്റൽ BP അപ്പാരറ്റസും യൂസ് ചെയ്യുന്നുണ്ട്. Next topic, variation in blood pressure or change in blood pressure. You might have understood that the desired rate of blood pressure is 120/80 mmHg. Normal blood pressure ആണ് 120/80. The condition in which the blood pressure increases above the normal rate is a disease condition called hypertension. 120/80ക്ക് മേലെ ബ്ലഡ് പ്രഷർ കൂടിയാൽ അതൊരു ഡിസീസ് കണ്ടീഷൻ ആണ്. എന്താണ് അതിനെ പറയാ? ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP എന്ന് പറയും. This happens due to many reasons. Unhealthy habits such as excess use of salt and fat. കൂടുതലായി സോൾട്ടും ഫാറ്റും ഉപയോഗിച്ചാൽ, ഫാസ്റ്റ് ഫുഡൊക്കെ ഫാറ്റ് ആണ് അല്ലേ, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇതൊക്കെ വന്നാൽ ഹൈപ്പർ ടെൻഷൻ വരാം. This leads to high blood pressure, that is hypertension. And the condition in which the blood pressure rate goes below the prescribed rate is called hypotension. 120/80ക്ക് താഴെ ആയാൽ അതിന് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ ആണ്. ഇഫ് നോട്ട് റെഗുലേറ്റഡ്, ഹൈപ്പോ ടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തളർവാദം, ഓർ ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. സോ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഹാർട്ടിന്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് ആയ ഡിസീസ് ആണ് എതറോസ്ക്ലീറോസിസ്. എന്താണ് എതറോസ്ക്ലീറോസിസ് എന്ന് നോക്കാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നും ചെക്ക് ചെയ്യാം. September 29 World Heart Day. Nowadays, heart patients are more. Why? Number of heart patients are booming. Who is the villain? ആരാണ് വില്ലൻ? ഫാറ്റ് ടു എ വില്ലൻ ഇഫ് ഇൻ എക്സസ്. കൂടുതലായി ഉപയോഗിച്ചാൽ ഫാറ്റ് ഒരു വില്ലൻ ആണ്. Atherosclerosis is the condition in which accumulation of fat in the arterial wall take place due to consumption of excess fatty food. നമ്മൾ കൂടുതലായി ഫാറ്റി ഫുഡ് കഴിക്കുന്ന സമയത്ത് ആർട്ടറി വാളിൻ്റെ അകത്ത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് എതറോസ്ക്ലീറോസിസ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ആർട്ടറി റെഡ്യൂസസ്. ആർട്ടറിക്കകത്ത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്താൽ ആർട്ടറിന്റെ ഡയമീറ്റർ കുറയും. മോർ ഓവർ, ആർട്ടറിയൽ വാൾസ് ലോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മേ റപ്ചർ. ആർട്ടറി വാളിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, അത് ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇന്നർ വാൾ ബിക്കം റഫ്. ഇന്നർ വാൾ റഫായി മാറും. Hence, RBCs may clump together to form blood clot in the coronary vessel, which may cause heart attack. ബ്ലഡ് വെസലിന്റെ അകത്ത് RBCs കൂട്ടം കൂടി നിൽക്കും, അത് കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇത് എന്തിന് കാരണമായേക്കാം? ഹാർട്ട് അറ്റാക്കിന് കാരണമായേക്കാം. സോ വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് അവോയ്ഡ് ഫാറ്റി ഫുഡ് ഐറ്റംസ്. ഫാറ്റി ഫുഡ് ഐറ്റംസ് റെഡ്യൂസ് ചെയ്യണം. അതേപോലെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്താൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Now let us write the notes. Systole and diastole. Systole എന്ന് പറഞ്ഞാൽ the contraction of chambers of the heart is called systole. During systole, blood flow from the atria to the ventricle and from the ventricle to outside. ഈ പറയുന്ന സമയത്ത് ഫിഗർ ഓർമ്മ വേണം. Okay. And next one, diastole. The relaxation of chambers of the heart is called diastole. During diastole, the chambers of the heart get filled with blood. സോ കോൺട്രാക്ഷൻ ആണ് സിസ്റ്റോൾ, റിലാക്സേഷൻ ആണ് ഡയസ്റ്റോൾ. സിംപിളായി അങ്ങനെ ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ, ഹാർട്ട് ബീറ്റ്. വൺ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ ടുഗെദർ ഫോംസ് എ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ 1 സിസ്റ്റോൾ പ്ലസ് 1 ഡയസ്റ്റോൾ. ഇറ്റ് ടേക്സ് അബൌട്ട് 0.8 seconds. The heart beats at an average of 72 times per minute. And next one, pulse. The wave-like movement formed due to the contraction and relaxation of the heart is called a pulse. It is felt throughout the walls of arteries. Rate of pulse is equivalent to the heartbeat.
Part of the body where we can feel the pulse. എവിടെയൊക്കെ പൾസ് ഫീൽ ചെയ്യാം? ബോത്ത് സൈഡ് ഓഫ് ദ ഫോർഹെഡ്, ഓൺ ദ റിസ്റ്റ് ആൻഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ നെക്ക്. നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg. ആൻഡ് ഇതിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്ന 120 ആണ്. ഡയസ്റ്റോളിക് പ്രഷർ ഈസ് 80. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ചെക്ക് ബ്ലഡ് പ്രഷർ, sphygmomanometer and digital BP apparatus. And next one, hypertension. The condition in which the blood pressure increases above the normal rate is called a hypertension. Blood pressure കൂടിയാൽ hypertension ആണ് condition. Reason: unhealthy habit like use of salt and fat, smoking, lack of exercise, ഇതൊക്കെ hypertensionന്റെ കാരണങ്ങളാണ്. Hypotension, the condition in which the blood pressure decreases below the normal rate is called hypotension. Blood pressure കുറയുന്ന condition ആണ് hypotension. Effect എന്താണ്? Stroke or heart attack. Next one, heart disease, atherosclerosis. എന്താണ് reason? Due to the excess use of fatty food, fat accumulate in artery wall. So, the inner diameter of artery reduces, artery wall loses elasticity and it rupture. Hence, RBCs clump together, blood clot occurs in coronary vessel. This cause heart attack. എക്സസ് ആയി ഫാറ്റി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഫാറ്റ് ആർട്ടറിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം ആർട്ടറിന്റെ ഇന്നർ ഡയമീറ്റർ കുറയും, ആർട്ടറി വാളിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, അത് ബ്രേക്ക് ചെയ്യും. RBCs ക്ലംപ് ചെയ്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും, അത് കാരണം ഹാർട്ട് അറ്റാക്ക് വരും. എന്താണ് റെമഡി? അവോയ്ഡ് ഫാറ്റി ഫുഡ് ഐറ്റംസ് ആൻഡ് ഡു റെഗുലർ എക്സസൈസ്.